എനിക്ക് സോഷ്യൽ വർക്കിലെ താല്പര്യം ധീരജ്. പഠിച്ചു കഴിഞ്ഞാ മുഴുവൻ സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെന്നാ എന്റെ പ്ലാൻ. ഓക്കെ സ്നേഹ, പക്ഷെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ 2 ദിവസമേ ഉള്ളൂ, അത് മറക്കരുത്. ഓഹ് കം ഓൺ ധീരജ്, കഴിഞ്ഞ 3 സെമസ്റ്ററായി നീയല്ലേ എന്റെ എല്ലാ അസൈൻമെന്റ്സും ചെയ്യുന്നേ. നീ ഉള്ളപ്പോ ഞാൻ എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നേ? ഒന്ന് ചെയ്യടാ. സ്നേഹ അല്പം കൊഞ്ചിക്കൊണ്ട് ധീരജിനടുത്തേക്ക് ചേർന്ന് നിന്ന് അവന്റെ കയ്യിൽ മെല്ലെ തലോടി. ബംഗളൂരുവിലെ മടിവാളയ്ക്കടുത്തുള്ള പ്രശസ്തമായൊരു കോളേജ്. മലയാളികളടക്കം പല ദേശത്തു നിന്നുമുള്ളവർ പഠിക്കുന്നൊരു കോളേജാണത്. ധീരജ്, സ്നേഹ ഇരുവരും ബാച്ച്മേറ്റ്സ് ആണ്. ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായി ഇരുവരും പ്രണയത്തിലായിട്ട്. ധീരജ് ഒരിടത്തരം കുടുംബത്തിലെ അംഗവും സ്നേഹ അല്പം കാശുള്ള വീട്ടിലെ കുട്ടിയുമാണ്. ഇരുവരും മലയാളികൾ. എന്നാൽ ധീരജിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പോഷായൊരു ലൈഫ് സ്റ്റൈലാണ് സ്നേഹ ജീവിച്ചു പോന്നത്. പ്രണയം ആദ്യം തുറന്നു പറഞ്ഞത് സ്നേഹയാണെങ്കിലും പിന്നീടങ്ങോട്ട് ധീരജ് അവളെ അഗാധമായി പ്രണയിക്കാൻ തുടങ്ങി. അവർ പരസ്പരം കൂടുതലടുത്തു. ജെറി അവിടേക്ക് വരുന്നുവെന്ന് കണ്ട സ്നേഹ ധീരജിന്റെ കരവലയത്തിൽ നിന്ന് മെല്ലെ വഴുതി മാറി. അവർക്കരികിലേക്ക് വന്ന ജെറിയെ സ്നേഹ ഒന്ന് വിഷ് ചെയ്തു. ജെറി എപ്പോഴും റോങ് ടൈമിലാണ് വരാറുള്ളത്. സ്നേഹ ജെറിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ധീരജിന് ഇഷ്ടമായിരുന്നില്ല. ജെറി വരുമ്പോഴൊക്കെ സ്നേഹ ധീരജിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്ന് ധീരജ് പലതവണ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ധീരജ്, എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. എടാ പിന്നെ ആ അസൈൻമെന്റ് മറന്നുപോലെ. ധീരജിനോടും ജെറിയോടും യാത്ര പറഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്നും നടന്നകന്നു. അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ മാത്രമേ ധീരജിന് കഴിഞ്ഞുള്ളൂ. കെഫറ്റീരിയയിലേക്കെത്തി ധീരജ് ഏറെ വൈകിയും സ്നേഹയുടെ അസൈൻമെന്റ് എഴുതുന്ന തിരക്കിലാണ്. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അതൊരു പെയ്ഡ് പോൺ സൈറ്റിൽ നിന്നുള്ള മെസ്സേജായിരുന്നു. ആരോ ധീരജിന്റെ പേരിൽ ഒരു എൻട്രി പാസ് വാങ്ങിയിരിക്കുന്നു. കാര്യമെന്തെന്നറിയാൻ ധീരജ് മെസ്സേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. കുറച്ചു നിമിഷത്തേക്ക് അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആയില്ല. Come on, sexy. You need to increase your followers. Oh, gorgeous. Your shakes are making me crazy. ആ പോൺ സൈറ്റിൽ അർദ്ധനഗ്നയായി ശരീരം പ്രദർശിപ്പിക്കുകയാണ് സ്നേഹ. അവളുടെ ശരീരത്തെയും അവളെയും പ്രകീർത്തിച്ചുകൊണ്ടുവരുന്ന നിരവധി മെസ്സേജുകൾ. ധീരജ് പൂർണ്ണമായും തകർന്നുപോയി. അവൻ ഇത്രയും നാൾ സ്നേഹിച്ചതും മനസ്സിൽ കൊണ്ടു നടന്നതും അപ്പോൾ ഇങ്ങനെയൊരു പെൺകുട്ടിയെയായിരുന്നോ? ഇതാണോ അവളുടെ യഥാർത്ഥ മുഖം? അമർഷവും സങ്കടവും അവനുള്ളിൽ ഒരുപോലെ തളം കെട്ടിനിന്നു. അവന്റെ കൺമുന്നിൽ ലോകമിടിഞ്ഞു വീഴുന്നതുപോലെ അവന് തോന്നി. സർവവും കത്തിയെരിഞ്ഞമരുന്നതുപോലെ ഒരു ഫീൽ. എഴുതിക്കൊണ്ടിരുന്ന അസൈൻമെന്റ് പേപ്പറുകൾ ചുരുട്ടിയെറിഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അവൻ സ്നേഹയെ ഡയൽ ചെയ്തു. പൈസയ്ക്ക് വേണ്ടി നീ ഇത്രയ്ക്ക് തരം താഴെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സ്നേഹ. നിന്റെ പേര് പറയാൻ പോലും എനിക്കിപ്പോ അറപ്പാ. ഇതാണല്ലോ അപ്പൊ നിന്റെ സോഷ്യൽ വർക്ക്. ധീരജ് പറഞ്ഞവസാനിപ്പിക്കും മുമ്പ് മറുതലക്കിൽ നിന്നൊരു പൊട്ടിച്ചിരിയാണ് കേട്ടത്. അയ്യേ, നീ ഇതൊക്കെ ഇത്ര സീരിയസ് ആയെടുത്തോ? ഇതും സോഷ്യൽ വർക്ക് തന്നെയാടാ. എന്തായാലും നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ല, നന്നായി. നിന്റെ ലുക്കൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ ഏതോ ചിക്കിലുള്ള വീട്ടിലെ ചെറുക്കനാണെന്ന്. കൂടുതൽ അടുത്തപ്പോഴല്ലേ നീ വെറും ദരിദ്രവാസിയാണെന്ന് അറിഞ്ഞത്. നീ എന്താ കരുതിയേ നിന്നോട് എനിക്കങ്ങ് ദിവ്യ പ്രണയാണെന്നോ? എന്തായാലും ഇനി നീ എന്നെ അന്വേഷിക്കാൻ നിൽക്കണ്ട. ഞാൻ നല്ല കാശുള്ള ഒരുത്തനെ തന്നെ സെറ്റാക്കി. ഇനി മുതല് ഞാൻ ജെറിയുടെ പെണ്ണ. ഇത്രയും പറഞ്ഞ് സ്നേഹ കോൾ കട്ട് ചെയ്തു. ഇത്രയും നാൾ സ്നേഹ തന്നെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ധീരജ് തിരിച്ചറിഞ്ഞു. വെറും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ആരുടെയും കൂടെ പോകുന്ന ഒരു 3ാം കിട സ്ത്രീയുടെ നിലവാരമേ അവളുടെ സ്നേഹത്തിനുണ്ടായിരുന്നുള്ളൂ എന്ന ആ തിരിച്ചറിവ് ഒരു കനല് പോലെ അവന്റെ നെഞ്ചിൽ കിടന്ന് നീറാൻ തുടങ്ങി. മരവിച്ച മനസ്സുമായി അവൻ ആ കെഫറ്റീരിയയിൽ നിന്നിറങ്ങി യാന്ത്രികമായി നടന്നു. അല്പം നടന്ന ശേഷം ഒരു പിൻവിളിയാണ് അവൻ കേട്ടത്. ആ വിളി ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്ന അവനെ ഒരാൾ തടഞ്ഞു നിർത്തി. ഏതാണ്ട് 45-ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന വെൽ ഡ്രസ്ഡായ ഒരാൾ. ധീരജല്ലേ? എന്റെ പേര് ചാക്കോ. നിന്റെ അച്ഛന്റെ സുഹൃത്താണ് ഞാൻ. അദ്ദേഹം അയച്ചതാണ് എന്നെ. എന്നാൽ ആ വാക്കുകളൊന്നും ധീരജിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാക്കിയില്ല. അച്ഛൻ അയച്ചതാണത്രേ. ചെറുപ്പത്തിലെ ധീരജിന്റെ അച്ഛൻ മരിച്ചുപോയെന്നും പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം താമസമാക്കിയെന്നുമാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിപ്പോ ഏതച്ഛനെന്നായിരുന്നു ധീരജിന്റെ ഉള്ളിലെ സംശയം. ധീരജ് ഇതെല്ലാം ആലോചിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു. താൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങിയ ധീരജിനെ നോക്കി അയാൾ വീണ്ടും പറഞ്ഞു, അദ്ദേഹത്തിന് നീയെന്ന് വെച്ചാൽ ജീവനാ.
അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ നിനക്ക് യാതൊരു താല്പര്യമില്ലേ? ധീരജ് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നിന്നു. ചേട്ടാ പ്ലീസ്, ഞാൻ ഓൾറെഡി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. ചേട്ടന് ആള് മാറിപ്പോയതാ, ഒന്ന് പോവാൻ നോക്ക്. എനിക്ക് ആള് മാറിയിട്ടില്ല മോനെ. നിന്റെ അപ്പൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നും എനിക്കറിയാം. ഈ ലോകത്ത് പണമില്ലാത്തവനെന്നും പിണത്തിന് തുല്യമായിരിക്കും. ഒരിക്കലും നീ അങ്ങനെ ഒരു പിണമായിട്ട് ജീവിക്കേണ്ടവനല്ല കുഞ്ഞെ. അതുകൊണ്ട് നിന്നെ സഹായിക്കാനും നിന്നോടൊപ്പം എന്നും ഇനി അങ്ങോട്ടൊരു കാവലാളായി നിൽക്കാനും വേണ്ടി നിന്റെ അച്ഛൻ പറഞ്ഞയച്ചതാണ് എന്നെ. ധീരജിന്റെ മുഖത്ത് അപ്പോഴും ആശ്ചര്യമായിരുന്നു. ഒരു അപരിചിതൻ വന്ന് അച്ഛൻ അയച്ചയാളെന്നൊക്കെ പറഞ്ഞാൽ അപ്പോ അമ്മ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. അവന്റെ ആ ചിന്തയ്ക്കുള്ള മറുപടി എന്നോണം ചാക്കോ പറഞ്ഞു തുടങ്ങി. നിന്റെ അച്ഛനെപ്പറ്റി നിനക്കെന്തറിയാമെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം മരിച്ചുപോയെന്ന് പോലുമായിരിക്കും നീ അറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ സത്യം അതൊന്നും അല്ല മോനെ. ധീരജ് അയാളുടെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കി. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി താൻ പോകുന്നിടത്തൊക്കെ ഈ മുഖം കണ്ടിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. അയാൾക്ക് എന്തോ ഗൂഢലക്ഷ്യമുണ്ടെന്ന് പോലും അവൻ ഭയപ്പെട്ടു. മോൻ പേടിക്കണ്ട, ഞാൻ മോന്റെ സുഹൃത്താണ്, അല്ലാതെ ശത്രുവല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ദൂരെ കാറിലിരിക്കുന്ന ഒരാളെ നോക്കിക്കൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു. തൊട്ടടുത്ത നിമിഷം ധീരജിന്റെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് എടുത്ത് വായിച്ച അവന്റെ കണ്ണുകൾ വികസിച്ചു. INR 10 crore credited to your account number ending with 323119. ആ മെസ്സേജിലെ പൂജ്യങ്ങൾ അവൻ ഒരിക്കൽ കൂടി എണ്ണി. സ്വപ്നത്തിൽ പോലും ഇത്ര വലിയൊരു തുക അവൻ കണ്ടിട്ടില്ല. ഇത് വെറുമൊരു തമാശയാണോ? അതോ ധീരജിന്റെ ജീവിതം ഇനി അങ്ങോട്ട് വഴിമാറുകയാണോ? ആരാണ് ചാക്കോ? ആരാണ് ധീരജിന് ഇത്രയും പണം നൽകിയത്? ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാൻറ്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.